യോഗദണ്ഡും രുദ്രാക്ഷമാലയും സ്വർണം ചേർക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരുന്നത് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന്റെ മകന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്ത് നടപടിക്രമമാണ് അവിടെ ഉള്ളത്, എന്ത് നടപടിക്രമമാണ്? അയ്യപ്പന്റെ സ്വത്ത് ആർക്കും തട്ടിയെടുക്കാം, ആർക്കും കൊണ്ടുപോകാം, ഒരു നടപടിക്രമവും ഇല്ല. ഇത് പുറത്തേക്ക് പോയില്ല എന്നുള്ളത് ഭാഗ്യം. പുറത്തേക്ക് പോയില്ല എങ്കിലും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന്റെ മകനെ ഇത് ഏൽപ്പിക്കാനുള്ള എന്ത് നടപടിക്രമമാണ്? അപ്പോൾ അയ്യപ്പന്റെ സ്വത്തുക്കൾ പൂർണ്ണമായി സംരക്ഷിക്കാനും അത് മെയിന്റനൻസ് നടത്തേണ്ട സമയത്ത് മെയിന്റനൻസ് നടത്താനുമുള്ള നിലവിലുള്ള പ്രൊസീജിയർ മുഴുവൻ, നടപടിക്രമങ്ങളെ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇതുവരെ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് വ്യക്തമാകുന്നത്. നമുക്കറിയാം, കോടതിയുടെ വിധി പുറത്തു വന്നിരിക്കുകയാണ്. അതായത് ഗവൺമെന്റും ദേവസ്വം ബോർഡും എല്ലാം മറച്ചുവെക്കാൻ ശ്രമിച്ച ഒരു സംഭവം ഹൈക്കോടതി തന്നെ പുറത്തു കൊണ്ടുവന്നു. അതിൽ ക്രിമിനൽ കേസ് എടുത്ത് അന്വേഷിക്കാൻ, FIR എടുത്ത് അന്വേഷിക്കാൻ ഉത്തരവ് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം അറിയാവുന്ന സർക്കാരിലെ ബന്ധപ്പെട്ടവർക്കും ദേവസ്വം ബോർഡിന്റെ ബന്ധപ്പെട്ടവർക്കും എല്ലാം ഉള്ള കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷം, റിപ്പോർട്ടെല്ലാം പരിശോധിച്ച ശേഷം കോടതി പറഞ്ഞിരിക്കുന്നത് ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് എന്നുള്ള കണ്ടെത്തലിലാണ് കോടതി എത്തിച്ചേർന്നിരിക്കുന്നത്. അത്രയും ഗുരുതരമായ രീതിയിലാണ് ദ്വാരപാലക ശില്പത്തിൽ മാത്രമല്ല അവിടുത്തെ കഥകിലും കട്ടളപ്പടിയിലും വരെ കൃത്രിമം നടന്നു എന്നുള്ള പ്രാഥമികമായ കണ്ടെത്തലാണ് നടന്നിരിക്കുന്നത്. അയ്യപ്പന്റെ അവിടെയുള്ള ദ്വാരപാലക ശില്പം വേറെ മോൾഡുണ്ടാക്കി, വ്യാജ മോൾഡുണ്ടാക്കി ചെന്നൈയിലേക്ക് കൊടുത്തതും ഒറിജിനലായിട്ടുള്ള സംഭവം ആർക്കോ വിറ്റതുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് വളരെ ഞെട്ടിക്കുന്ന, ഞങ്ങൾ കേരളത്തിലെ പ്രതിപക്ഷം കഴിഞ്ഞ ഒരാഴ്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കാണ് ബഹുമാനപ്പെട്ട കോടതി അടിവരയിട്ടിരിക്കുന്നത്. മാത്രമല്ല, പ്രത്യേക അന്വേഷണ സംഘത്തോട് ഒരു കാരണവശാലും നിങ്ങൾ വേറെ ആർക്ക് റിപ്പോർട്ട് ചെയ്യരുത്, നിങ്ങൾ നേരിട്ട് കോടതിക്ക് റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. കാരണം സംസ്ഥാന പോലീസ് ഇത് അന്വേഷിക്കുമ്പോൾ കേരള ഗവൺമെന്റും രാഷ്ട്രീയ നേതൃത്വവും ഇടപെടുമോ എന്നുള്ളൊരു ഭീതി അയ്യപ്പ ഭക്തർക്കിടയിലുണ്ട്. അവരുടെ ഭീതിയും ഉത്കണ്ഠയും അകറ്റാൻ വേണ്ടി കൂടിയാണ് ഹൈക്കോടതി വേറെ ആർക്കും ഇത് റിപ്പോർട്ട് ചെയ്യരുത്, ഇത് നേരിട്ട് കോടതിക്ക് റിപ്പോർട്ട് ചെയ്യണം എന്ന് SITയോട്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ആശ്വാസകരമായ ഒരു വിധിയാണ്. സത്യസന്ധമായി ഇവരിത് അന്വേഷിക്കുമ്പോൾ മുൻ ദേവസ്വം ബോർഡ് മന്ത്രിക്കും അതുപോലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ എല്ലാം പ്രതി ചേർത്ത് അന്വേഷിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരാളെ ഒഴിവാക്കാതെ അയ്യപ്പന്റെ ദ്വാരപാലക ശില്പം കോടീശ്വരന്മാർക്ക് വിൽക്കാൻ കൂട്ടുനിന്നവരെല്ലാവരും നിയമത്തിന്റെ മുന്നിൽ വരണം. അതാണ് ആഗ്രഹിക്കുന്നത്. അയ്യപ്പ ഭക്തർ കേരളത്തിൽ ആഗ്രഹിക്കുന്ന അതാണ്. ആ തരത്തിൽ അന്വേഷണം നടക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. അദ്ദേഹം അത് തിരിച്ചറിഞ്ഞതിന് അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം സാധാരണ കേന്ദ്ര ഗവൺമെന്റ് ഒരു പ്രതിസന്ധിയിലെത്തുമ്പോഴാണ് ED അന്വേഷണം കൊണ്ട് ഇറങ്ങുന്നത്. ഇത് കേരള ഗവൺമെന്റ് ഒരു പ്രതിസന്ധിയിലെത്തിയപ്പോഴാണ് ED അന്വേഷണം കൊണ്ട് ഇറക്കിയത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞല്ലോ, ഒരു പൊളിറ്റിക്കൽ നെക്സസ് ഉണ്ട്, ഒരു അവിശുദ്ധ രാഷ്ട്രീയ ബന്ധമുണ്ട്, അതുകൊണ്ടാണ് ED ഇറങ്ങിയിരിക്കുന്നത് എന്ന് കേന്ദ്രമന്ത്രി തന്നെ പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവുണ്ടാവും. അതുകൊണ്ടാണ് കേരള ഗവൺമെന്റിനെ രക്ഷിക്കാൻ, ഈ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ടാണ് നടന്മാരുടെ വീട്ടിൽ, സിനിമാ താരങ്ങളുടെ വീട്ടിൽ ED കയറുന്നതെന്ന് ഒരു കേന്ദ്രമന്ത്രി പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കേണ്ട കാര്യമില്ല. അപ്പൊ അത് ഞങ്ങൾ പറഞ്ഞത് ശരിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്.